എന്ന് പറയണത് ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോ മദ്യം ബാറുകൾ കൂട്ടി എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണമാണ്. പണം വാങ്ങിയിട്ടുണ്ട്, അഴിമതി അതിലുണ്ടെന്ന് ആരോപിക്കുമ്പോൾ എന്തുകൊണ്ട് ബാറുകൾ കുറയ്ക്കുമെന്ന് പറയാനായിട്ട് ചർച്ച വേണ്ടി വരുന്നു? അല്ല, അതങ്ങനെയല്ല. അതൊരു സിസ്റ്റം അല്ലേ. എക്സൈസ് വകുപ്പ് മന്ത്രി ഒറ്റയടിക്ക് പ്രഖ്യാപിക്കേണ്ടതല്ല മദ്യനയം. ബാറുകളുടെ എണ്ണം കുറയ്ക്കുക എന്നത് ഞങ്ങളുടെ പൊതു UDF-ന്റെ പ്രഖ്യാപിതമായ നയമാണ്. കൂടുതൽ വർദ്ധിപ്പിക്കാതിരിക്കുക അത്തരത്തിൽ. പക്ഷെ ഒരു തീരുമാനം പ്രഖ്യാപിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൂട്ടുത്തരവാദിത്തത്തിന് മാത്രമേ വിധേയമായിട്ട് മാത്രമേ പ്രഖ്യാപിക്കാൻ സാധിക്കൂ. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അവിടെ പ്രസക്തമാകുന്നത്. അതൊരു കൂട്ട് ഉത്തരവാദിത്തമാണ് പാർട്ടിയുടെയും മുന്നണിയുടേതും. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ചർച്ചകളിലൂടെ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ കൂടി കണക്കിലെടുത്ത് തന്നെയാണ് തീരുമാനമെടുക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ വിജയ് വന്നതിന് ശേഷം ടാസ്മാക്കുകൾ അടച്ചുപൂട്ടുകയാണ് ആദ്യം ചെയ്തൊരു കാര്യം. സ്വാഭാവികമായിട്ടും സ്കൂള്, കോളേജ്, അത്തരം പൊതുവിടങ്ങളിലെ ഈ മദ്യശാലകൾ അടച്ചുപൂട്ടുന്ന കാര്യത്തിലുള്ള തീരുമാനം വളരെ വേഗത്തിൽ ഉണ്ടാകേണ്ടതല്ലേ? അല്ല, അങ്ങനെയല്ല. നമുക്ക് നിലവിലൊരു ദൂരപരിധികളും കൃത്യമായിട്ടുണ്ടല്ലോ. നമ്മുടെ നിലവിലിരിക്കുന്ന നിയമത്തിന് വിരുദ്ധമായി നിയമലംഘനം നടത്തിയിരിക്കുന്ന കാര്യങ്ങളെ ആദ്യം തന്നെ അത്തരം നിയമലംഘനങ്ങൾ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ദൂരപരിധി സംബന്ധിക്കുന്ന തീരുമാനങ്ങളും മദ്യനയത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്, ഒറ്റ അടിക്ക് പ്രഖ്യാപിക്കേണ്ടതല്ല. അത് തമിഴ്നാട്ടിൽ അവരൊരു ഗവൺമെന്റ് അധികാരത്തിലെത്തിയപ്പോൾ തീർച്ചയായിട്ടും പ്രഖ്യാപനം നടത്തി. നമ്മുടെ ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ച് ഇപ്പോൾ ആദ്യമായിട്ടല്ലോ അധികാരത്തിലിരിക്കുന്നത്, മുൻകാലങ്ങളും അധികാരത്തിലുണ്ട്. അതുകൊണ്ട് ഒരു സോഷ്യൽ ഇമ്പാക്റ്റും അതോടൊപ്പം ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം കൊണ്ട് കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ അത്തരം തീരുമാനം പ്രഖ്യാപിക്കാൻ സാധ്യമാകുള്ളൂ. പക്ഷേ സമൂഹത്തെ മുൻനിർത്തിയുള്ള തീരുമാനങ്ങളായിരിക്കും UDF-ന്റെ ഭാഗത്തുണ്ടാകുന്നത്. സമൂഹമാണ് ഫസ്റ്റ് പ്രിഫറൻസ് എന്നത് ഞങ്ങൾ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. റവന്യൂ ജനറേഷൻ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് പ്രധാന ഒരു ദൗത്യമാണെങ്കിലും അത് സോഷ്യൽ കമ്മിറ്റ്മെന്റോട് കൂടിയ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയുള്ള വരുമാന ഉത്പാദനമായിരിക്കും നമ്മുടെ ലക്ഷ്യം. ബാറുകളുടെ എണ്ണത്തിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ നിരവധി ബാറുകൾ അനുമതി കൊടുത്തിട്ടുണ്ട്. ഇനി ബാറുകൾ എണ്ണം കുറവ് വരണോ തീരുമാനിക്കുന്നത് വ്യക്തിപരമായ ഒരു തീരുമാനമല്ല. അത് UDF-ന്റെ ചർച്ചയുണ്ടാവും, പാർട്ടിക്കുള്ളിൽ ചർച്ചയുണ്ട്, സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആളുകളുമായി ചർച്ച ചെയ്യും. അത്തരത്തിലൊരു തീരുമാനത്തിന് ശേഷമേ ആത്യന്തികമായ മദ്യനയം പ്രഖ്യാപിക്കും. സാമുദായിക സംഘടനകളൊക്കെ കൃത്യമായ രീതിയിൽ ഈ ബാർ സമയം കൂട്ടിയതുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു തിരുത്തൽ നടപടി സംസ്ഥാന സർക്കാരിന്റെ ഞാൻ പറഞ്ഞല്ലോ, അതും സമഗ്രമായ മദ്യനയത്തിന്റെ ഭാഗമായിട്ടുണ്ടാകേണ്ട തീരുമാനമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ അതിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിക്കും. ചർച്ചകൾ മുഖ്യമന്ത്രിയുമായും മറ്റ് മന്ത്രിസഭയിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള പ്രോസസ് ആരംഭിക്കുമെന്നാണ് യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ ആദ്യഘട്ട ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. എക്സൈസ് സംവിധാനത്തിലുള്ള ആളുകളുമായി അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു.